പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ദ്രൻസ്, മുരളിഗോപി, ശ്രീജിത്ത് രവി, ജോളി ചിറയത്ത്, ലിയോണ ലിഷോയ്, ആതിര പട്ടേൽ, ഉണ്ണിരാജ, ദിനേശ് പണിക്കർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനായക അജിത്ത് നിർമ്മിച്ച് സാഗർ ഹരി സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് കനകരാജ്യം. ഒരു ഫീൽ ഗുഡ് മൂവി, കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന ഒരു ഫീൽ ഗുഡ് മൂവി. ഇന്ദ്രൻസ് തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ മുരളിഗോപിയും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ ഒരു സാധാരണ ഒരു പാവത്താൻ, ഒരു നന്മമരം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇന്ദ്രൻസ് ഒരു ജ്വല്ലറിയിലെ സെക്യൂരിറ്റിയാണ്. പുള്ളി ഇതിനു മുമ്പ് മിലിറ്ററിയിൽ അരിവപ്പായിരുന്നു പുള്ളി കുശിനിക്കാരനായിരുന്നു. മിലിറ്ററിയിൽ പോകണമെന്നുള്ള ആഗ്രഹം മൂത്താണ് പുള്ളി കുശിനിക്കാരനെങ്കിലും ആയത്. അത് കഴിഞ്ഞ് വന്നിട്ട് പുള്ളി ഒരു പോലീസുകാരൻ നടക്കുന്ന ശൈലിയിലൊക്കെ പുള്ളി നടക്കുള്ളൂ. എന്നാൽ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഇന്ദ്രൻസിൻ്റെ ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്ന സമയത്താണ് ഇന്ദ്രൻസ് ജോലി ചെയ്യുന്ന ജ്വല്ലറിയിൽ, അതായത് ഇന്ദ്രൻസ് കാവൽ നിൽക്കുന്ന ജ്വല്ലറിയിൽ രാത്രി സെക്യൂരിറ്റി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു മോഷണം നടക്കുകയാണ്. ആ ജ്വല്ലറിയിൽ നിസ്സാരം എന്തോ 25 പവനോ അങ്ങനെ എന്തോ മോഷണം കൊണ്ടത്. വലിയൊരു ജ്വല്ലറിയാണ്, പക്ഷെ അത്രേ പോയുള്ളൂ എന്നുള്ളൊരു സമാധാനം. ഇന്ദ്രൻസ് ഉറങ്ങിപ്പോകുന്നതാണ് കാരണം. ശരിക്കും ഇന്ദ്രൻസിനെ ഉറക്കുന്നതാണ്. അവസാനം ഇന്ദ്രൻസ് നമ്മൾ അവസാന സീനിലൊക്കെ ഇന്ദ്രൻസ് നമ്മൾ ഒരുപാട് കരയിക്കും. നമുക്ക് ശരിക്കും സങ്കടം വരുന്ന കാരണം ആ മനുഷ്യൻ്റെ നേച്ചർ അതാണ്. നമ്മൾ കണ്ടു വന്നിട്ടുള്ള അതേ ഇന്ദ്രൻസ് തന്നെയാണ്. ഒരു കോമഡി നടനിലൂടെ വന്ന് അവസാനം ഇപ്പോൾ ഒരു നായക കഥാപാത്രത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരാളാണ് ഇന്ദ്രൻസ്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ദ്രൻസ് ആ വേഷം ചെയ്തിട്ടുള്ളത്. ഇന്ദ്രൻസിൻ്റെ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ തന്നെയാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകും ഇന്ദ്രൻസിനെ. അവസാന സീനിലൊക്കെ നമ്മുടെ കണ്ണ് നിറയാതെ നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് മുരളിഗോപി നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. മുരളിഗോപിയും വളരെ നന്നായിട്ട് തന്നെ, വളരെ രസകരമായിട്ട് തന്നെ തൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീജിത്ത് രവി ആയിക്കോട്ടെ. ശ്രീജിത്ത് രവി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ സെക്യൂരിറ്റികളെ ഒക്കെ ഓരോ കടകൾക്കും ഷോപ്പുകൾക്കൊക്കെ ഇത് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഒരു സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ഒരാളാണ്. അതുപോലെ ജോളി ചിറയത്ത് ഇന്ദ്രൻസിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു. ലിയോണ ലിഷോയ് മുരളിഗോപിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ ആതിര പട്ടേൽ ഇന്ദ്രൻസിൻ്റെ മകളായിട്ട് അഭിനയിക്കുന്നു. ഉണ്ണിരാജയുണ്ട്, ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിട്ട്, നല്ല വേഷമാണ്. പിന്നെ ദിനേശ് പണിക്കറുണ്ട്, ഒരു പോലീസ് ഓഫീസറായിട്ട്. എല്ലാവരും നന്നായിട്ട് അവരവരുടെ വേഷം, വളരെ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ ശരിക്കും തിയേറ്ററിൽ കുടുംബസമേതം പോയി ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. മറ്റു വൃത്തികേടുകളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. സ്ഥിരം നമ്മൾ കാണാറുള്ള ഒരു പാറ്റേൺ തന്നെ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. അതല്ല, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ കാണുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടുമാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.